വെൽക്കം ടു കിച്ചൺ ടൈൽസ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ തോരനാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോണോട് കൂടിയുള്ള ചിക്കനും എടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് വേവിച്ചിട്ട് കുക്കറിലൊന്ന് വിസിലടിച്ചിട്ട് അതിൽ നിന്നും ബോണ് മാറ്റിയാലും മതി. അപ്പോൾ എനിക്കിവിടെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ കിട്ടിയത് കൊണ്ട് ഞാൻ അതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിനെ ഒന്ന് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് സെയിം ചിക്കനെ മിക്സിയിലിട്ടിട്ടും ക്രഷ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഏകദേശം നിങ്ങൾക്ക് കാണാം ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. അധികം മസാലയൊന്നും ചേർക്കുന്നില്ല. ഏകദേശം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും, ഇത്ര മാത്രമേ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഇതിനൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ മിക്സ് ആക്കിയ ചിക്കനെ നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അധിക സമയമൊന്നും വേണ്ട, ഏകദേശം കുറച്ച് സമയം അതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഈ തേങ്ങ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഏകദേശം ഈ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വറക്കണം. അപ്പോൾ ഞാൻ എല്ലാ തേങ്ങയും വറുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഏകദേശം വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് അതേ അളവിൽ വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നല്ലോണം വഴറ്റി കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമുക്ക് വേണമെങ്കിൽ 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഇവിടെ 2 ചെറിയ പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 2 മീഡിയം സൈസ്ഡ് ഉള്ളിയാണ് ഇവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ഉള്ളി എടുക്കാം. ഞാനിവിടെ 2 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. അപ്പോൾ എത്രത്തോളം ചെറിയുള്ളി നമ്മൾ കൂട്ടുന്നു അത്രത്തോളം നമുക്ക് ഈ ഡിഷിൻ്റെ ടേസ്റ്റ് കൂട്ടാം. ഞാൻ ഏകദേശം ഇവിടെ 15 മുതൽ 20 ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി നമുക്ക് നേരത്തെ വഴറ്റി ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സാക്കി ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഇവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഏകദേശം 1 ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ പൊടികൾ ഞാനിവിടെ അധികം ഇടുന്നില്ല, കുറച്ച് പൊടികൾ ഇടുന്നുള്ളൂ. ആ പൊടികളൊക്കെ ഇട്ട് പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഏകദേശം പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഗരം മസാലയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിലേക്ക് മിക്സ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വഴറ്റി ഏകദേശം വെന്ത് വരുന്ന സമയം വരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മസാലകളൊക്കെ നല്ലോണം പിടിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ അതിലേക്കിട്ട് നല്ലോണം മിക്സാക്കി ആ മസാലയും ആ ഉള്ളീൻ്റെ ടേസ്റ്റും അതേപോലെ തന്നെ തക്കാളിയൊക്കെ അതിലേക്ക് നല്ലോണം മിക്സ് ആക്കുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മീഡിയം സൈസ് ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ നല്ലോണം അതിൽ നിന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങി വന്ന് മസാലയിലൊക്കെ പിടിച്ച് വരുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 5 മിനിറ്റ് ലിഡ് അടച്ചിട്ട് വേവിച്ച് വെച്ച ചിക്കനാണ് ഈ കാണുന്നത്. അപ്പോൾ ഏകദേശം ചിക്കൻ ഇപ്പോൾ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഇതൊന്ന് ലിഡ് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ലോ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 പിടി മല്ലിയില ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടേസ്റ്റും കൂട്ടാം. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മസാലയും ഉള്ളിയും തക്കാളിയും എല്ലാം എല്ലാ ഫ്ലേവറും അതിലേക്ക് നല്ലോണം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പ്.
അപ്പോൾ അങ്ങനെ ഞാൻ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങയും കൂടി ആഡ് ചെയ്തതിന് ശേഷം എല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ മിക്സാക്കി ഇപ്പോൾ നമ്മുടെ ഏകദേശം ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ലോണം മിക്സാക്കി ഒരു 2-3 മിനിറ്റ് നമുക്കൊന്നും കൂടി ഒന്ന് ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്കും അറിയിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വേറൊരു പുതിയ ഡിഷായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.